നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അജുവേട്ടന്റെ ആഗ്രഹങ്ങളായിരുന്നു ഇതൊക്കെ. അത് സാധിക്കണം. പക്ഷെ മോളെ, ഞാൻ വീണ്ടും പറയാ, സാക്ഷിയുടെ ആത്മാവ്. നീ ഇനി ശബ്ദിച്ചുണ്ടല്ലോ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. വേണ്ട അച്ഛമ്മേ, ആന്റി വഴക്ക് പറയണ്ട. അമ്മയും അച്ഛമ്മയും പറഞ്ഞ പോലെ നമുക്ക് നൂലുകെട്ട് നടത്തുന്ന കാര്യങ്ങൾ ആലോചിക്കാം. പക്ഷേ ഒന്ന് തീർച്ചയാ, ആ ചടങ്ങ് നടക്കുന്ന ദിവസം ഇവിടെ അജുവേട്ടനുണ്ടാവും. ഞാൻ സത്യം ചെയ്തതുപോലെ പറയുക, നൂലുകെട്ട് ദിവസം അജുവേട്ടൻ ഇവിടെ കൊണ്ടുവരും. ആ മോളെ, ഞാൻ അച്ഛന് കൊടുക്കാം. പൂജമോള. മോളെ. അച്ഛാ, അച്ഛൻ വീട്ടിലല്ലേ? മോളെ, ഞാൻ വീട്ടില. എന്താ? അച്ഛാ, മോളുടെ നൂലുകെട്ട് നടത്താൻ തീരുമാനിച്ചു. ആ ചടങ്ങ് കൃത്യമായിട്ടുള്ള ദിവസം തന്നെ നടത്തണമെന്നാ എല്ലാവരുടെ അഭിപ്രായം. അത് നല്ലതാ മോളെ. മനസ്സിന് കുറച്ച് സന്തോഷം കിട്ടും. എങ്ങനെ സന്തോഷം കിട്ടും അച്ഛാ? അജുവേട്ടൻ വരാതെ ഈ ചടങ്ങ് നടത്തിയ എന്ത് സന്തോഷം കിട്ടാനാ? പക്ഷെ മോളെ, കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണ്ടേ? അല്ലെങ്കിൽ അർജുൻ പുറത്തു വന്ന ശേഷം ചടങ്ങുകൾ നടത്തണമെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണം. ഇല്ല അച്ഛാ, തീരുമാനിച്ചതിൽ ഇനി മാറ്റം വരുത്താൻ പറ്റില്ല. നൂലുകെട്ട് നിശ്ചയിച്ച തീയതിയിൽ തന്നെ നടക്കണം. അപ്പൊ പിന്നെ അർജുൻ എങ്ങനെ ചടങ്ങിനെത്തും? അതിനാ ഞാൻ അച്ഛനെ വിളിച്ചേ. അച്ഛൻ്റെ ഒരു വലിയ സഹായം എനിക്ക് വേണം. അച്ഛനോട് ഞാൻ ഇതുവരെ പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടാ ഹൃദയത്തിൽ തൊട്ടൊരു കാര്യം നടത്തി തരണമെന്ന് അപേക്ഷിക്കുന്നത്. എന്താ മോളെ, നീ കാര്യം പറ. ഈ നൂലുകെട്ടിന് അജുവേട്ടനെത്തണം. അജുവേട്ടന് പരോള് വാങ്ങി ഇവിടെ എത്തിക്കണം. എനിക്കറിയാം അച്ഛൻ എന്തുത്തരം പറയുമെന്ന്. എനിക്ക് വേറെ ഒരു ഉത്തരവും കേൾക്കണ്ട. അച്ഛൻ അജുവേട്ടനെ ഇവിടെ കൊണ്ടുവരണം. ജീവിതത്തിൽ അത്ര വലിയ ആഹ്ലാദങ്ങളൊന്നും ഇല്ലായിരുന്നു അച്ഛാ. അജുവേട്ടനെ പോലെ നല്ലൊരു മനുഷ്യനെ ഭർത്താവായി കിട്ടുന്നതിനപ്പുറം വേറെന്ത് ഭാഗ്യം എനിക്ക് വേണ്ടത്. പക്ഷെ വിധി അത് ഈ രീതിയിലേക്ക് മാറ്റിക്കളഞ്ഞു. മോളെ കിട്ടിയപ്പോ വല്ലാതെ അങ്ങ് സന്തോഷിച്ചതാ. പക്ഷെ ആ സന്തോഷം പൂർണ്ണമാകുന്നതിന് മുമ്പ് ദൈവം കണ്ണീരി കൊണ്ടിട്ട് കളഞ്ഞു. മോളുടെ നൂലുകെട്ട് ഈ കുടുംബത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങാ. അതിവിടെ നിശ്ചയിച്ചപ്പോ ഞാൻ പറഞ്ഞു, അജുവേട്ടന്റെ മടിയിലിരുത്തിയാവണം മോൾക്ക് നൂല് കെട്ടുന്നതെന്ന്. ഒരു ശപഥം പോലെയാ പറഞ്ഞത്. ഞാനിപ്പോ പറയുന്നത്, അച്ഛൻ എന്റെ ശപഥം നിറവേറ്റണം. അച്ഛൻ അജുവേട്ടനെ ഇവിടെ കൊണ്ടുവരണം. അച്ഛാ, അച്ഛൻ മറുപടിയൊന്നും പറഞ്ഞില്ല. മോളെ, എന്റെ മറുപടി ഞാൻ പറയാം. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്റെ മോൾ ആവശ്യപ്പെട്ട കാര്യം ഈ അച്ഛൻ സാധിച്ചു തരും. നമ്മളുടെ കൃഷ്ണമോളുടെ നൂലുകെട്ടിന് അർജുൻ മോനെ ഞാൻ കൊണ്ടുവരും. ഇതെന്റെ ഉറപ്പാ മോളെ. താങ്ക് യു അച്ഛാ, താങ്ക് യു. മോളെ, അച്ഛനോട് നീ താങ്ക്സ് പറയരുത്. ഇതെന്റെ കടമയാ മോളെ. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന മോൾക്ക് ഈ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് മോളെ എന്റെ കടമയാ. അർജുന് പരോൾ വാങ്ങി ചടങ്ങിലെത്തിക്കേണ്ടത് ഇപ്പോ മോളെ എന്റെ ആവശ്യമായിട്ട് മാറിയിരിക്കുക. ഞാൻ കൊണ്ടുവരും മോളെ, അർജുനെ കൊണ്ടുവരും. മോള് ധൈര്യമായിട്ടിരിക്കുക. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. പൂജ വലിയ സന്തോഷത്തിലാ. ഞാൻ അവൾക്ക് ഒരാശ്വാസം കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇനി ആ വീട്ടിൽ കയറണ്ടെന്ന് മാതിരി എന്നോട് പറഞ്ഞ ദിവസം മുതൽ എന്റെ മനസ്സ് ഡല്ല. അങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ എത്തുമെന്ന് വിചാരിച്ചിട്ടാണോ നന്ദേട്ടാ? ആ കമ്മീഷണർ അയാള് തന്നെയാ കളിക്കുന്നത്. എല്ലാറ്റിന്റെ പിന്നിൽ അയാളുടെ കൈകള്.
അയ്യോ ഈശ്വര, സാക്ഷിയുടെ കാര്യം പൂജയോട് പറഞ്ഞിട്ട് എനിക്കാണല്ലോ പേടി. ഈ ആത്മാക്കളുണ്ടോ? ഒക്കെ സങ്കല്പങ്ങളാ. പക്ഷെ സാക്ഷി ഇവിടെ വീണ് മരിച്ചു. അപ്പൊ ആത്മാവ് ഇവിടെ തന്നെ കറങ്ങി നടക്കുകയാണെങ്കിലോ? അയ്യോ, അവളെ ജീവിച്ചിരുന്നപ്പോഴേ ഭീകരി, മരിച്ചു കഴിഞ്ഞപ്പോൾ ഡബിൾ ഭീകരിയായി കാണും. ഈ ഇടിക്കൊരു അവസാനമില്ലേ? സാക്ഷിയെക്കുറിച്ച് പറഞ്ഞതിന് എന്നെ ആത്മാവ് പേടിപ്പിക്കുമായിരിക്കുമോ? മധു, എന്താ മധു? സാക്ഷി എന്തു പറ്റി? വസന്തണ്ണായിരുന്നോ? സാക്ഷിയോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഞാനിന്ന് മരിച്ചുപോയ സാക്ഷിയെക്കുറിച്ച് പൂജയോട് പറഞ്ഞു. അതിൻ്റെ ഒരു വിഭ്രാന്തി എന്നെ ബാധിച്ചു. എല്ലാം കൂടി ഞാനങ്ങ് പേടിച്ചു. ഇപ്പോഴാ ശ്വാസം നേരെ വീണ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കാതെ, അല്ലെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ തലയിലുണ്ട്. എന്താ വസന്തേട്ടാ, സ്നേഹസഹനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ എല്ലാവരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ ചില തോന്നലുകൾ. എന്ത് തോന്നല്? അല്ല, അവിടെ രാധമോളുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണല്ലോ. ആ അതെ. ഇവിടെ പൂജയുടെ ബ്ലഡ് ഗ്രൂപ്പും AB നെഗറ്റീവ്. അതിന്? ആ കുഞ്ഞാണെങ്കിൽ പൂജ എടുക്കുമ്പോൾ കരച്ചിൽ നിർത്തുന്നു. പൂജയ്ക്കും ആ കുഞ്ഞിനോട് വല്ലാത്ത വാത്സല്യം. അതുകൊണ്ടെന്താ? അല്ല, ഒന്നുമില്ല, ചുമ്മാ ഓരോ ചിന്തകൾ. പൂജയ്ക്കും ആ കുഞ്ഞും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കൊള്ളാം, ബെസ്റ്റ് ചിന്ത തന്നെ. ഇതൊക്കെ യാദൃശ്യമായിട്ട് സംഭവിക്കുന്നതല്ലേ? അതിൻ്റെയൊക്കെ ബന്ധം കണ്ടുപിടിച്ച് ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കാതെ. നമ്മുടെ മല്ലിക ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത്, പിന്നെ അതൊരു സംസാരമായി. പ്രിയയ്ക്കുണ്ട് സംശയങ്ങൾ. ചുമ്മാ ഓരോന്ന് സംസാരിച്ച് പറഞ്ഞു വരുത്തണ്ട. ആരെങ്കിലും കേട്ടാൽ മതി, ഓരോ കഥകൾ ഉണ്ടാക്കി തുടങ്ങും. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. പിന്നൊരു കാര്യം. എന്താ? AB നെഗറ്റീവ് എന്ന് പറയുന്നത് അപൂർവ ബ്ലഡ് ഗ്രൂപ്പാണ്. പക്ഷേ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഈ ഗ്രൂപ്പ് ആണെങ്കിൽ ആ പരമ്പരയിൽപ്പെട്ട പലർക്കും ആ ഗ്രൂപ്പ് വരും. ഈ കുടുംബത്തിൽ നോക്ക്, മഹേശ്വരിയമ്മയ്ക്ക് AB നെഗറ്റീവ്, അരുണിമ ചേച്ചിക്ക് AB നെഗറ്റീവ്, പൂജയ്ക്ക് AB നെഗറ്റീവ്. ഇപ്പോതാ നീ പറഞ്ഞതുപോലെ യാദർശികമായിട്ട് വന്നതായിരിക്കാം. പക്ഷേ ആലോചിക്കുമ്പോൾ എന്തോ ഒരു മനസ്സ് പിടിവിട്ടിരിക്കുമ്പോ കാലവർഷം എന്നെ പേടിപ്പിക്കുക. മോളെ മോളെ പേടിക്കാതെ, ഓ കരയാതെ. സത്യം പറഞ്ഞ ഈ അമ്മയും പേടിച്ചിരിക്കുക. എങ്ങനെ പേടി മാറ്റുന്ന അറിയില്ല. മോളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു പേടിയും വരില്ലായിരുന്നു. അച്ഛനെന്ന് പറയുന്നത് ഒരു വലിയ ധൈര്യ അല്ലേ മോളെ? ഇപ്പോഴാ ഒരു കാര്യം ഓർമ്മ വരുന്നേ. മുമ്പ്, വളരെ മുമ്പ് അച്ഛനൊരിക്കൽ ഒഫീഷ്യൽ ടൂർ പോയിരുന്നു. അമ്മ ഇതുപോലെ ഒറ്റയ്ക്ക്. അന്ന് പുറത്ത് ഇടിവെട്ടി. അമ്മ ധൈര്യത്തിന് വേണ്ടി ഒരു മാർഗം കണ്ടുപിടിച്ചു. എന്താണെന്നറിയോ?